എല്ലാവർക്കും ഇന്ന് എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. വർക്കല റിസോർട്ടിലാണുള്ളത്. ഇന്നിവിടെ വന്നതെന്ന് വെച്ചാൽ എൻ്റെ മാമൻ്റെ മോൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതായത് നമ്മുടെ പ്രിയങ്കരി ശാംഭവിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഫാമിലി ഫുള്ളും ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാം. പ്രിയപ്പെട്ട ശാംഭവി മോളുടെ ഒന്നാം പിറന്നാൾ ആഘോഷിക്കാനാണ്. നമുക്ക് അതിനായിട്ട് ആദ്യം മാനസേനയും കൃഷ്ണയും ഇങ്ങോട്ട് വിളിക്കാം. അപ്പോൾ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി ഈ ചടങ്ങിന്റെ തുടക്കം എന്നുള്ള നിലയിൽ ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്. ചിന്തരക്കിന്നേരം ചൈരിച്ചു കുഞ്ചും ഓണിക്കുറും ദേവം കുറുമുറങ്ങുമി കുറുന്നു ചുണ്ടത്തെ മണിപ്പതക്കം കുഞ്ഞിക്കുളിരമ്പിലേ ചെല്ലച്ചിറുക്കുമ്പിളിലെ മമ്മമ്മമുണ്ട് മിന്നാറുകൾ മിന്നാമിന്നിയായ തീർച്ചയായും ഒരു കുട്ടിയുടെ വരവെന്ന് പറയുന്നത് ഏറ്റവും നല്ല സന്തോഷം. വിളിക്കുന്നതായിട്ട് അച്ചാച്ച എന്നാണ് വിളിക്കുന്നത്. അത് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, സാധാരണ എല്ലാ കുട്ടികളും അമ്മ അമ്മ എന്നാണ് വിളിക്കുന്നത്. ഈ കുട്ടി ആദ്യം വരെ അച്ചാച്ച 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 അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പൊ തന്നെ ആ കുട്ടിക്ക് വന്നതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഇപ്പൊ ഈ ചടങ്ങിലൊക്കെ വരണ്ട് കിടക്കുന്ന ഒരു ഭൂമിയിൽ ആദ്യം പെയ്യുന്ന മഴ പോലെയാണ് എൻ്റെ ഹൃദയത്തിലേക്ക് ശാംഭവി കടന്നു. കാര്യം ശാംഭവി വന്നതിന് ശേഷം ഞാൻ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അതുപോലെ എനിക്ക് ആമക്കളാണ് രണ്ടുപേരും. എനിക്ക് അത്ര സന്തോഷം തന്നെ മക്കളുണ്ട്. പക്ഷേ ഈ മോള് വന്നതോടുകൂടി എൻ്റെ മനസ്സിലേക്ക് വളരെ വർഷങ്ങളായിട്ട് കിടന്ന മോഹം സാധിച്ച് ഇന്ന് നമ്മളെ വീട്ടിൽ തന്നെ പെൺകുട്ടി ഇല്ല. അപ്പൊ കിട്ടിയപ്പോഴത്തേക്കും ഇതുപോലെ ഒരു സന്തോഷം അനുഭവിച്ചിട്ടില്ല. ആ സന്തോഷം നിങ്ങളുടെ എല്ലാ അനുഗ്രഹത്തോടുകൂടി ദീർഘനാള് ലഭിക്കട്ടെ എന്ന് നമസ്കാരം. ഇന്ന് വിഷുവാണ്. എല്ലാവർക്കും വിഷു ആശംസകൾ. എൻ്റെ ശാംഭവിയെ കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? ഒന്നും പറയാനില്ല. എൻ്റെ ദൈവം തന്ന ഒരു വലിയ ധനമാണ് എൻ്റെ മോൾ. മഹാലക്ഷ്മിയാണ് എൻ്റെ എല്ലാമാണ് ശാംഭവി. ഐ ലവ് യു ശാംഭവി സോ മച്ച്. ശാംഭവി വന്നതിന് ശേഷം കംപ്ലീറ്റ് ചേഞ്ച് ആണ്. അത് ഇവിടെ ഇരിക്കുന്ന മെജോറിറ്റി എല്ലാ അമ്മമാർക്കും അറിയാലോ. അമ്മായി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ച് ഭയങ്കര വലിയൊരു ചേഞ്ച് തന്നെയാണ്. എല്ലാ രീതിയിലും ബോത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി ഭയങ്കര ഒരു ചേഞ്ച്, ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. കാര്യം നമ്മളതേ നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, നമ്മുടെ കൈകൾ ഇതൊക്കെ വേറൊരു രൂപത്തിൽ നമ്മളിങ്ങനെ കാണുകയാണല്ലോ. അപ്പൊ അതിന് സന്തോഷം പറഞ്ഞറിയിക്കേണ്ട സന്തോഷമാണ്. ഇത് ശാംഭവി വന്നതിന് ശേഷം എല്ലാവരും അച്ഛനും അമ്മയെന്നല്ല, അച്ചാമ്മയായിരുന്നാലും അച്ചാച്ചനായിരുന്നാലും അമ്മാമ്മ അപ്പാപ്പൻ്റെയൊക്കെ വേറൊരു വെർഷൻ
ഇവരുള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ നമ്മൾ ചിന്തിച്ചു. കാര്യം വളരെ ഇതിന് അച്ഛമ്മയ്ക്കിപ്പം ദിവസം ഡാൻസ് വീട്ടിൽ എപ്പോഴും ഡാൻസ് പാട്ട്. അച്ഛമ്മ ഫുൾ ടൈം പാട്ടാണ്, ഫുൾ ഡാൻസ് ആണ്. കാക്കയാവും, പൂച്ചയാവും, കൊക്കാവും, എല്ലാം ആവും. അച്ചാച്ചനും അതേ, അമ്മാമ്മയും അപ്പാപ്പനൊക്കെ വലിയ മാറ്റമാണ്. ഞാൻ തന്നെ അല്ലെങ്കിൽ എന്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ രൂപം ഉണ്ടോ എന്നുള്ളത് നമ്മള് നിങ്ങൾ എല്ലാവരും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒന്നാമത്തെ ബർത്ത്ഡേക്ക് എൻ്റെ കൊച്ചച്ഛൻ, എല്ലാവരും, കുഞ്ഞമ്മ, മാമി, എല്ലാവരും ഇനിയും ഒരു 20 വർഷം കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാവട്ടെ. എല്ലാവരും ആ അനുഗ്രഹത്തോടെ എൻ്റെ മോക്ക് എല്ലാ ഇതും ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ അച്ഛനായി കഴിഞ്ഞതിന് ശേഷമുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ഉറക്കം നഷ്ടപ്പെട്ടു, മറ്റത് കുറച്ചുകൂടെ സൂക്ഷിച്ച് കുറച്ച് നല്ല കുറച്ചുകൂടെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആ ഒരു കുറച്ച് ഉറക്കം നഷ്ടപ്പെടുമ്പോഴും അതിനകത്തുള്ള ഒരു സന്തോഷം വളരെ വലുതാണ്. കാരണം ഇവിടെ കാണുമ്പോൾ, ഇവിടെ എടുക്കുമ്പോൾ, കാരണം ആ സമയത്തുണ്ടാകുന്നൊരു സന്തോഷം വളരെ വലുതാണ്. കാരണം എന്തെങ്കിലും ഇവൾക്കൊരു അസുഖം വരുമ്പോൾ എൻ്റെ മനസ്സ് വളരെയധികം, കാരണം ഞാൻ അമ്മയോട് ഇന്ന് രാവിലെയും കൂടെ പറഞ്ഞു, കാരണം ഞാൻ എൻ്റെ മോനോട് ഇത്രയും അറ്റാച്ച്ഡ് ആയി പോവുകയാണല്ലോ. കാരണം അവൾക്ക് ഇന്ന് രാവിലെ ഒരു വലിയ ഛർദിലും ഒക്കെ വന്നപ്പോൾ വളരെയധികം വിഷമിച്ചു. കാരണം എനിക്ക് എൻ്റെ ജീവൻ പോകുന്ന കണക്കുള്ളൊരു തോന്നലാണ്. പക്ഷേ സിമ്പിൾ ആയിരുന്നു. ഒരു സാധനം കഴിച്ചൊന്ന് ഗ്യാസ് ചെയ്തപ്പോൾ അത്, കാരണം ഒരു നഴ്സും കൂടെ ആ സമയത്ത് വന്നിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ആക്ച്വലി ഇതൊന്നും പേടിക്കാനില്ല, ഇങ്ങനെയാണ് എന്നുള്ള സംഭവം. ഞാനൊരു ഡോക്ടറായിട്ട് പോലും എനിക്ക് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ വളരെ ഇതായിട്ട് തോന്നുന്നു. പിന്നെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിച്ച വയ്ക്കുകയാണ്, അവൾ പിച്ച വയ്ക്കുന്നതോടൊപ്പം അച്ഛൻ, അമ്മ എന്ന് പറയുന്നത് ഞങ്ങൾ പിച്ച വെച്ച് തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും വന്നതിലും എല്ലാവർക്കും സന്തോഷം. ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലേക്കുള്ള മാറ്റം. പ്രത്യേകിച്ചൊന്നും പ്രത്യേകിച്ചില്ല, ജീവിതമാണിത്. നമ്മൾ അതിൻ്റെ കൂടെ ഈ കുട്ടിയെ തന്നെ എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. അതാണ് ദൈവം എന്ന് പറയുന്നത്. വേറൊരു ദൈവം ഇല്ല. ഒരു പ്രകാശം നമ്മുടെ ഉള്ളിലുണ്ട്. ആ പ്രകാശത്തെ കണ്ടെത്താനാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വിഷമങ്ങൾ വരുമ്പോൾ നമ്മളെപ്പോഴും ദൈവത്തിനോട് അടുക്കും. അത് പുറകോട്ട് പോയാൽ മാത്രമേ ദൈവത്തിനോട് അടുക്കാൻ പറ്റുള്ളൂ. നന്ദി. ആശംസിച്ചാലും നന്നാവും എന്നുള്ള തോന്നൽ അതിനേക്കാൾ കൂടുതൽ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന എന്തെങ്കിലും ചെയ്യണം എന്ന് മനസ്സിലുള്ള ആളുകളാണ്. പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഗുണം ഉണ്ടാവും എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ കുട്ടി വന്നതിൽ ഒരു കാര്യം വളരെ സന്തോഷമുള്ളതായിരുന്നു. ഞാനങ്ങനെ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തിൽ നിന്നല്ല. കാരണം ഈ ഫാമിലിയിലും എൻ്റെ ഫാമിലിയിലും ഒരു ജനറേഷൻ മൊത്തം ആൺകുട്ടികൾ. ഒരു ജനറേഷൻ മൊത്തം ആൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എൻ്റെ വൈഫിൻ്റെ ഫാമിലിക്കും അതുപോലെ തന്നെ എൻ്റെ ഫാമിലി. അത് കഴിഞ്ഞ് പെൺകുട്ടി എന്നുള്ള, എനിക്ക് തന്നെ ഒരു പെൺകുട്ടിയെ വലിയ ഇഷ്ടമുള്ള കൊടുത്തായിരുന്നു. അതൊന്നും സാധിച്ചിട്ടില്ല. ഒരു പെൺകുട്ടി ഉണ്ടായാലും ഭയങ്കര സന്തോഷമുണ്ട്. കുടുംബത്തിലെ ആദ്യത്തെ മോളാണ്. എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന മോളാണ്. അപ്പോൾ എല്ലാവരും കൊച്ചിലേ തൊട്ട് നമ്മൾ എടുത്ത് കൊണ്ട് നടന്നതാണ് മാനസ്. പെണ്ണാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, ഉടുപ്പൊക്കെ ഇട്ട്. അപ്പൊ മാനസിന് നമ്മൾ കണ്ടുവരും. ഞാനും എൻ്റെ മോളും മാനസിന്റെ കൃഷ്ണ പ്രസവിക്കാൻ പോകുമ്പോഴേ പ്രാർത്ഥിച്ചിരുന്നു ഒരു പെൺകൊച്ചിനെ കിട്ടണമെന്ന്. ഈ മോള് വന്നത് വളരെ ഭാഗ്യമാണ്. ഈ മോളെ കാണുന്നത് തന്നെ നമുക്ക് ഒരു സന്തോഷം. ഞാൻ അമ്മയാവണമെങ്കിൽ എനിക്ക് അമ്മയാവാത്ത ഒരു അവസരം തന്നു ചെയ്യുന്നു. അതുകൊണ്ട് ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അവളെ പ്രസവത്തിന് ശേഷം എനിക്ക് ഭയങ്കര ഡിപ്രഷൻ കണക്കൊക്കെ, ഭയങ്കര ഒരു കരച്ചിലും ഇതൊക്കെയായിരുന്നു. അപ്പൊ ഞാനാണ് അവളെ ഫുള്ള് നോക്കിയത്. ഒരു വയസ്സായിട്ട് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഹാപ്പി ബർത്ത്ഡേ. എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ നടക്കട്ടെ.